കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടൻ തീരുമാനങ്ങളിലൊന്നായ ചാരായ നിരോധനം അതിന്റെ 30ാം വാർഷികത്തിലേക്ക് എത്തുകയാണ്. ചാരായം നിരോധിച്ചാൽ സ്ത്രീകളെല്ലാം വരിയായി നിന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്നായിരുന്നു AK ആന്റണി എന്ന ബുദ്ധി കുറഞ്ഞ ഭരണാധികാരി അന്ന് കരുതിയത്. എന്നാൽ ചാരായ നിരോധനത്തിന് തൊട്ടുപിന്നാലെ നടന്ന ഇലക്ഷനിൽ കോൺഗ്രസ് അടപടലം തോൽക്കുകയും ചെയ്തു. ആന്റണിയുടെ ഈ ചാരായ നിരോധനം ഏറ്റവും അധികം ബാധിച്ചത് പാവപ്പെട്ടവരായ വീട്ടമ്മമാരെയും കുഞ്ഞുങ്ങളെയുമാണ് എന്ന് തന്നെ കരുതാം. കേരളത്തിൽ ചാരായ നിരോധനം കൊണ്ട് കുടിയന്മാരുടെ എണ്ണം കുറയുന്നതിന് പകരം അവരെല്ലാം താരതമ്യേന വില കൂടിയ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കഴിക്കുന്നവരായി മാറി. അതായത് അന്ന് 100-150 രൂപയ്ക്ക് കൂലിപ്പണി എടുത്തിരുന്നവർ 20 അല്ലെങ്കിൽ 30 രൂപക്കോ ചാരായം വാങ്ങി കുടിച്ചിരുന്നു. പിറ്റേന്ന് അവർ കൃത്യമായി പണിക്കും പോകും. ഇപ്പോൾ 800 അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് കൂലിപ്പണി എടുക്കുന്നവർ അതിൽ 500 രൂപയ്ക്ക് മദ്യം കുടിക്കുകയാണ്. വൈകിട്ട് ഒന്ന് മിനുങ്ങാൻ കൂലിയുടെ 20% ചെലവാക്കിയിരുന്നവൻ ആന്റണിയുടെ ആ പൊട്ടത്തരത്തിന് ശേഷം 60% അതിനായി ചെലവാക്കേണ്ടി വരുന്നു. അങ്ങനെ ചാരായത്തിൽ നിന്നും വിദേശ മദ്യത്തിലേക്ക് ഉയർത്തി സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് തകർക്കുകയാണ് ആന്റണി ചെയ്തത്. വിദേശ മദ്യം ഉണ്ടാക്കുന്ന കമ്പനികളിൽ നിന്നും അന്നത്തെ ഭരണാധികാരികൾ പണം വാങ്ങിയിരുന്നു എന്നത് ആരും അന്വേഷിച്ചതുമില്ല. എന്ത് സാധനം നിരോധിച്ചാലും അത് ബ്ലാക്ക് മാർക്കറ്റ് വഴി വിതരണം നടക്കും എന്നുള്ളത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും. നേരത്തെ സർക്കാർ വിതരണം ചെയ്ത് ലാഭം ഉണ്ടാക്കിയ സ്ഥാനത്ത് ഏതെങ്കിലും മാഫിയകളായിരിക്കും പിന്നീട് അതിലൂടെ ലാഭം കൊയ്യുന്നത്. ആന്റണി ചാരായം നിർത്തിയ ശേഷം 2000-ലെ കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം കാരണം 33 മനുഷ്യരാണ് മരണപ്പെട്ടത്. മനുഷ്യന് 40 കൊല്ലം ജയിൽ ശിക്ഷയും കിട്ടി. പിന്നീട് ഇവിടെ ആയിരക്കണക്കിന് ബാറുകൾ ഉണ്ടായി. നല്ല ക്വാളിറ്റിയുള്ള 150 രൂപയ്ക്ക് കിട്ടിയിരുന്ന ചാരായത്തിന് പകരം 450 രൂപയ്ക്ക് മദ്യം മേടിച്ച് കുടിക്കേണ്ട അവസ്ഥ വന്നു. ഇന്നും 700 മുതൽ 900 വരെ വിലയുള്ള നിലവാരം കുറഞ്ഞ മദ്യം ആളുകൾ വാങ്ങി കുടിക്കും. കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലുള്ള മലബാർ പ്രദേശത്തും തിരുക്കൊച്ചി സംസ്ഥാനത്തും മദ്യ നിരോധനം നിലവിലുണ്ടായിരുന്നു. എന്നാൽ 67-ലെ EMS സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ മദ്യനിരോധനം പൂർണ്ണമായും എടുത്തുകളഞ്ഞു. 1967 ഏപ്രിൽ 26-നാണ് മദ്യനിരോധനം പിൻവലിക്കുന്ന ഉത്തരവ് കേരള സർക്കാർ പുറപ്പെടുവിച്ചത്. പിന്നീട് ഇതുവരെ കേരളത്തിൽ പൂർണ്ണമായ ഒരു മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. പിന്നീട് കേരളത്തിന്റെ മദ്യ ചരിത്രത്തിലുണ്ടായ സുപ്രധാനമായ സംഭവം 96-ൽ AK ആന്റണി സർക്കാർ കൊണ്ടുവന്ന ഈ ചാരായ നിരോധനമാണ്. 96 ഏപ്രിൽ 1-നാണ് കേരളത്തിൽ ചാരായ നിരോധനം ഏർപ്പെടുത്തിയത്. തുടർന്ന് നടന്ന നിയമസഭാ ഇലക്ഷനിൽ UDF മുഖ്യ പ്രചാരണ വിഷയമാക്കിയത് ഇതുതന്നെയായിരുന്നു. പക്ഷേ വിജയം നേടാൻ അവർക്കായില്ല എന്നതാണ് ചരിത്രം. പ്രതിവർഷം 250 കോടിയാണ് അന്ന് ചാരായ വിൽപ്പനയിലൂടെ വരുമാനം കേരളത്തിന് ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് വന്ന നായനാർ സർക്കാർ നിരോധിച്ച ചാരായം തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചതുമില്ല. 96-ലെ ഈ നിരോധനത്തിന് ശേഷം കേരളത്തിൽ പിന്നീട് മദ്യനയത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിലവാരമില്ലാത്ത ബാറുകൾക്ക് അനുമതി നൽകേണ്ട എന്നൊരു തീരുമാനം എടുത്തിരുന്നു. അപ്പോഴാണ് സർക്കാർ തീരുമാനത്തിന്റെ ചുവട് പിടിച്ച് കേരളത്തിലെ മദ്യവിൽപ്പന ശാലകളെല്ലാം പൂട്ടണമെന്ന ആവശ്യവുമായി അന്നത്തെ KPCC അധ്യക്ഷൻ VM സുധീരൻ ഒരു ഗാന്ധിയനായി അഭിനയിക്കുന്നത്. എന്നാൽ സുധീരൻ സ്കോർ ചെയ്യുന്നതിന് മുന്നേ കേരളത്തിലെ 418 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്ന് അടവുകൾ എല്ലാം അറിയാവുന്ന ഉമ്മൻചാണ്ടി തീരുമാനിച്ചു. ഒപ്പം 312 ബാറുകൾ അടച്ചുപൂട്ടുമെന്നും പ്രഖ്യാപിച്ചു. അതോടെ കുറെ ബാറുകളും സുധീരനും കട്ടപ്പുറത്തായി. 2014 ഏപ്രിൽ 1 മുതൽ ബാറുകൾ പൂട്ടണമെന്നുള്ള സർക്കാർ ഉത്തരവും വന്നു. ഓരോ വർഷവും 10% ബീവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടി 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. പക്ഷേ സർക്കാരിന് കടുത്ത നിലപാടുകളിൽ അധികം വൈകാതെ ഇളവ് നൽകേണ്ടി വന്നു. ഞായറാഴ്ചകളിലെ മദ്യനിരോധനം പിൻവലിക്കേണ്ടി വന്നു. ഒപ്പം പൂട്ടിയ ബാറുകൾക്ക് ബിയർ വൈൻ ലൈസൻസുകൾ നൽകേണ്ടിയും വന്നു. ബാർ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചതും UDF മന്ത്രിമാർക്കെതിരെ കോഴ ആരോപണങ്ങൾ ഉയർന്നതും സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിക്കും മങ്ങലേൽപ്പിച്ചു. പിന്നീട് മദ്യ നിരോധനമല്ല മദ്യവർജനമാണ് തങ്ങളുടെ നയമെന്ന് വ്യക്തമാക്കിയാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയത്. UDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പല നിയന്ത്രണങ്ങളിലും ഇടതു സർക്കാർ ഇളവ് കൊണ്ടുവന്നു. പിന്നീട് COVID-19 വൈറസ് ബാധ പടരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ബീവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടിയത്. നീണ്ട 60ഓളം ദിവസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ വീണ്ടും മദ്യം ലഭിക്കുന്നത്. 4ാം ഘട്ടത്തിലേക്ക് രാജ്യത്ത് ലോക്ക്ഡൌൺ നീണ്ടതോടെയാണ് ഓൺലൈൻ വഴി മദ്യം നൽകാൻ സർക്കാർ തീരുമാനിക്കുന്നത്. ലോക്ക്ഡൌൺ 3ാം ഘട്ടത്തിലെത്തിയപ്പോൾ കേന്ദ്ര സർക്കാർ മദ്യഷോപ്പുകൾ തുറക്കാൻ അനുമതി നൽകിയപ്പോഴും കേരളം മാറി നിന്നിരുന്നു. അതോടെ സംസ്ഥാനം മദ്യ നിരോധനത്തിലേക്ക് പോകുമോ എന്നൊരു ആശങ്കയും പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ മികച്ച ഹൈടെക് മദ്യവിൽപ്പനയിലേക്കാണ് കേരളം പോയത്. ഒറ്റയടിക്കുള്ള മദ്യനിരോധനം ഒന്നിനും പരിഹാരമല്ല, പ്രത്യേകിച്ച് ടൂറിസം ഒരു പ്രധാന വരുമാന മാർഗമായ കേരളത്തിൽ. ഇപ്പോൾ നമ്മൾ നിത്യേന കേൾക്കുന്ന വാർത്തകളാണ് MDMA അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി എന്നൊക്കെ. മദ്യം കൂടെ നിരോധിച്ചാൽ ഇവിടുത്തെ സ്ഥിതി എന്താകുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അതോടൊപ്പം AK ആന്റണി, VM സുധീരൻ എന്നീ പ്രായോഗിക ബുദ്ധിയില്ലാത്ത തെറ്റായ തീരുമാനങ്ങളെടുത്ത നേതാക്കളെക്കുറിച്ചും അല്പനേരം ആലോചിക്കുക.